എല്ലാവർക്കും നമസ്തേ. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ആത്മീയതയുടെ നന്മയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. പല തെറ്റുകളിൽ നിന്ന് നമ്മെ ആത്മീയ ബോധം പിന്തിരിപ്പിക്കുന്ന കാര്യം ഒക്കെ പറഞ്ഞിരുന്നു. എന്നാൽ നമ്മിലുള്ള ആത്മീയതയെ വ്യാപാരം ചെയ്ത് ധനസമ്പാദനത്തിനായി ഉപയോഗിക്കുന്ന ഒരു വിഭാഗവും സമൂഹത്തിലുണ്ട്. നിരവധി പേര് നിഷ്കാമമായിട്ട് നിസ്വാർത്ഥമായി ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തി നമ്മിൽ ആത്മീയ ബോധം വളർത്തി നമ്മളെ നേരായി വഴിക്ക് നയിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. അതിൽ കൂടുതലുള്ളത് ആത്മീയ വ്യാപാരം നടത്തുന്നവരാണ്. അതായത് കപട ആത്മീയ പ്രവർത്തകർ. അവർക്ക് ധനസമ്പാദനത്തിനായി അവർ നമ്മിലുള്ള ആത്മീയ ബോധത്തെ മുതലെടുക്കുന്ന നിരവധി സംഘങ്ങളുണ്ട്. നമ്മൾക്ക് തന്നെ അറിയാം. നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ അത്ഭുത രോഗശാന്തി എന്നൊക്കെ പറഞ്ഞ് ചില സംഭവങ്ങൾ നമ്മൾ കാണാറുണ്ട്. അതായത് എത്ര മാരകമായ അസുഖങ്ങളാകട്ടെ അത് ചികിത്സയൊന്നും കൂടാതെ പ്രാർത്ഥിച്ച് രോഗം മാറ്റും. അതുപോലെ കുട്ടികളില്ലാത്തവർക്ക് പ്രാർത്ഥന കൊണ്ട് ചികിത്സയൊന്നും ഇവിടെ പ്രാർത്ഥിച്ച് രോഗം മാറ്റും. പരീക്ഷകൾ പഠിക്കുക പോലും ചെയ്യാതെ പഠിക്കുകയൊന്നും ചെയ്യാതെ പ്രാർത്ഥിച്ച് പരീക്ഷ പാസ്സാകുന്നു, ജോലി കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ച് ധനസമ്പാദനത്തിനായി ഈ നമ്മുടെ ഈശ്വര ചിന്തയെ തെറ്റിദ്ധരിപ്പിച്ചും മോശപ്പെടുത്തിയും ചെയ്യുന്ന പ്രവൃത്തികൾ നിരവധിയുണ്ട്. ഇതാണ് ഈ ഭൗതികവാദികൾ എന്നും ആത്മീയവാദികൾക്കെതിരായിട്ട് പ്രചരണവും പ്രവർത്തനം നടത്താൻ കാരണമായിട്ടുള്ളത്. ഇത്തരം തെറ്റായ പ്രവണതകളാണ്. ഒരിക്കലും ഈശ്വരൻ തന്നെ പറയുന്നുണ്ട്, നീ നിൻ്റെ കർമ്മം ചെയ്യുക, അതിൻ്റെ ഫലം ഞാൻ തരും. നിൻ്റെ കർമ്മം നീ ചെയ്യുക. അല്ലാതെ നീ ചുമ്മാതിരുന്നു കഴിഞ്ഞാൽ നിനക്ക് ഒന്നും, ഇപ്പോൾ വീട്ടിൽ ചുമ്മാതിരുന്നു, എനിക്ക് ഭക്ഷണത്തിന് എന്തെങ്കിലും മാർഗം ഉണ്ടാവുക ഇല്ല. എൻ്റെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള മാർഗം ഉണ്ടാവുക ഇല്ല. പഠിക്കാതെ പരീക്ഷ എഴുതി പാസ്സാകണം എന്ന് പറഞ്ഞാൽ അത് സാധ്യമാണോ? അല്ല. ഒരു രോഗം വന്നു, ചികിത്സിക്കുക, അതിനുള്ള പ്രതിവിധി കാണാതെ ആ അസുഖത്തിൽ നിന്നും നമ്മൾ മുക്തരാകുമോ? ഇല്ല. പക്ഷേ ചില ഈ കപട ആത്മീയവാദികൾ, ആത്മീയ വ്യാപാരികളെന്ന് അവരെ വിളിക്കാൻ കഴിയുകയുള്ളൂ. അവർ പറയുന്നത് എന്താണ്? നീ പഠിക്കണ്ട, നീ പരീക്ഷ ജയിക്കും, നീ ഒരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കണ്ട, എൻ്റെ അടുത്ത് വരൂ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിനക്ക് അത്ഭുതകരമായിട്ടുള്ള വിജയം ഉണ്ടാകും, നിനക്ക് തൊഴിൽ ലഭിക്കും, നിനക്ക് എത്ര വലിയ മാരക രോഗമായിക്കോട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, ഹൃദ്രോഗമായിക്കോട്ടെ, എന്ത് മാരകമായിട്ടുള്ള ഇപ്പം ഇങ്ങേറ്റം വന്നിട്ട് പറയും ഈ കിഡ്നി തകരാറിലായത് പ്രാർത്ഥിച്ച അത്ഭുത രോഗശാന്തിയിൽ കൂടി കിഡ്നി രോഗം മാറി. ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇതിൽ കൂടി നേട്ടം ഉണ്ടാക്കുന്ന നല്ലൊരു വിഭാഗമുണ്ട്. അത്തരക്കാർ ആണ് ഈ ആത്മീയ പ്രവർത്തകർക്ക് ആത്മീയവാദികളെ ഏറെ ദോഷകരമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി ഭൗതികവാദികൾക്ക് അവസരമുണ്ടാക്കി കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കർമ്മം നമ്മൾ ചെയ്താൽ അതിൻ്റെ ഫലം ഈശ്വരൻ തരും. ഉദാഹരണത്തിന് നമ്മൾ ഒരു അസുഖത്തിന് മരുന്ന് കഴിക്കാതെ ആ അസുഖം മാറും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചെറിയ അസുഖങ്ങൾ മാറും, പക്ഷെ മാരകമായിട്ടുള്ള അസുഖങ്ങൾ അതിന് തക്കതായ ചികിത്സ ചെയ്തെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് നമ്മൾ മുക്തരാകുകയുള്ളൂ. ഈ ചികിത്സ തേടുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട കർമ്മമാണ്. ആ കർമ്മത്തിന് ഈശ്വരൻ ഫലം തരും എന്നുള്ളത് ഉറപ്പ്. അല്ലാതെ ഈ ചികിത്സ തേടാതെ നമുക്ക് അതിനെ മുക്തി നേടുമെന്ന് പറയുന്നത് കപടതയാണ്. അതേപോലെ തന്നെയാണ് പഠിക്കാതെ ഈ മത്സര പരീക്ഷയാകട്ടെ, ഏതുതരം പരീക്ഷ ആകട്ടെ, നമ്മൾ പഠിക്കാതെ പോയി പരീക്ഷ എഴുതി നമുക്ക് വേണ്ടി ഈശ്വരൻ പരീക്ഷ എഴുതുമോ? ഇല്ല. അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്യേണ്ട കർമ്മം എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ്, അതിനുവേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളതാണ്. ആ കർമ്മം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
ഈശ്വരൻ നമുക്കതിനുള്ള ഫലം തരും. അതിന് പകരം നീ ഒന്നും ചെയ്യണ്ട, എൻ്റെ അടുത്ത് വരൂ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി, ദൈവത്തിനെ കൊണ്ട് നിനക്ക് വേണ്ടി പരീക്ഷ എഴുതിക്കാം, അല്ലെങ്കിൽ ദൈവത്തിനെ കൊണ്ട് നിൻ്റെ അസുഖങ്ങൾ മാറ്റാം എന്ന് പറഞ്ഞ് കപട പ്രചരണം നടത്തി ഈ ആത്മീയതയെ വ്യാപാരം ചെയ്യുന്ന ഒരു വിഭാഗമാണ് യഥാർത്ഥത്തിൽ ആത്മീയ പ്രവർത്തകർക്ക് ഏറെ ദ്രോഹകരമായിട്ടുള്ള നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇത്തരക്കാരെ നമ്മൾ കണ്ടെത്തുക, ഇത്തരക്കാരിൽ നിന്ന് നമ്മൾ ഒഴിവായി നിൽക്കുക. നോക്കൂ, ഈ സന്യാസികളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ പ്രവർത്തകരെ കുറിച്ച് പറയുന്നത് എന്താണ്? അവരുടെ അനുഭവങ്ങളും അവരുടെ അനുഭവങ്ങൾ, ഈശ്വരീയമായിട്ടുള്ള അനുഭവങ്ങൾ അവർക്കുണ്ടാകുന്നത് അവരത് സമൂഹത്തിന്, അവർക്ക് ധനസമ്പാദന മാർഗത്തിലല്ല, അവർ സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട് ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് നമ്മളെ അതിനെക്കുറിച്ച് എന്തുവാ പറയുന്നത്, ബോധവൽക്കരിച്ച് അവർക്ക് ലഭിച്ചിരിക്കുന്ന അറിവുകൾ നമുക്ക് പകർന്നു തന്ന് ഈശ്വര ചിന്തയിൽ കൂടി പോവുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മളെ ബോധവൽക്കരിച്ച് നമ്മളെ നേർവഴിക്ക് നയിച്ച് ആണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരതിൽ നിന്ന് ധനസമ്പാദനമോ ഒന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. നിഷ്കാമ കർമ്മം എന്ന് പറയാം. നിഷ്കാമ കർമ്മം എന്ന് പറഞ്ഞാൽ ഒന്നും പ്രതീക്ഷിക്കാതുള്ള കർമ്മത്തിനാണ് നമ്മൾ നിഷ്കാമ കർമ്മം എന്ന് പറയുന്നത്. പക്ഷേ ഇത്തരം യഥാർത്ഥ ആത്മീയ പ്രവർത്തകർ ചെയ്യുന്ന എന്താണ്? അവർക്ക് സ്വന്തം നേട്ടത്തിനായി ഒന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല എന്ന് മാത്രം. ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ, ആ കോണിൽ കൂടെ നോക്കിയാൽ അവർ ചെയ്യുന്ന നിഷ്കാമ കർമ്മം, അതായത് അവരുടെ സ്വാർത്ഥ ലാഭത്തിനോ നേട്ടത്തിനോ ആയിട്ട് അവർ ചെയ്യുന്നില്ല. പക്ഷേ അവരാഗ്രഹിക്കുന്നത് എന്താണ്? അവരാഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ ഈ പ്രവർത്തനം കൊണ്ട് സമൂഹത്തിൽ നന്മ വളരണം, മറ്റൊരാളിന് എൻ്റെ ഒരു സഹജീവിക്ക് നന്മയുണ്ടാകണം, അവന് നല്ലത് വരണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് അത്തരക്കാർ പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള നമ്മുടെ സമൂഹത്തിൽ തന്നെ ഈ ഇതേപോലുള്ള ആത്മീയ പ്രവർത്തകർ, സന്യസ്തരെന്ന് പറയാം, ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ്, ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും അത്തരം ഈ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ, ഇത്തരക്കാരെ നമുക്ക് സന്യസ്തർ അല്ലെങ്കിൽ സന്യാസികൾ എന്നൊക്കെ നമുക്ക് വിളിക്കാം. മതങ്ങളുടെ വ്യത്യാസം അനുസരിച്ച് അവർ പല പേരുകളിൽ വിളിക്കുന്നുവെന്ന് മാത്രം. ഇങ്ങനെയുള്ള ഏത് വിഭാഗത്തിൽപ്പെട്ട ഈ നിഷ്കാമമായിട്ട് അല്ലെങ്കിൽ ഈ ആത്മീയ വ്യാപാരം നടത്താത്ത ആചാര്യന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കൂ. അവർ സാമ്പത്തികമായിട്ടൊന്നും അത്ര നല്ല അവസ്ഥയിലായിരിക്കത്തില്ല. അവർക്ക് ഒരുപാട് ശിക്ഷാഗണങ്ങൾ കാണും. അവർ സമൂഹത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യും. മറ്റുള്ള പണക്കാരിൽ നിന്ന് ധനം സമ്പാദിച്ച് അവർ സമൂഹത്തിന് അർഹതപ്പെട്ടവർക്ക് അവരത് പകർന്നു കൊടുക്കുന്ന ആൾക്കാർ നിരവധി പേരുണ്ടാകും. അതേസമയം തന്നെ ഇതേപോലെ കുറേ ആൾക്കാരെ കുറിച്ച് ഞാൻ പറഞ്ഞു, ആത്മീയ വ്യാപാരം നടത്തുന്നവരെ കുറിച്ച്, അവരുടെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അവർ തുടക്ക സമയത്ത് ഒരു ഗതിയില്ലാതെ സാമ്പത്തികമായിട്ടൊക്കെ ആകെ തകർന്ന അവസ്ഥയിൽ നിന്ന് അവർ ഈ ആത്മീയ വ്യാപാരം തുടങ്ങിയതിന് ശേഷം നോക്കൂ, അവരുടെ ആ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച, സാമ്പത്തികമായി അവർ ധനം കുന്നുകൂട്ടി വെച്ചിരിക്കുന്നത് വെച്ച് നോക്കുക. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാകും യഥാർത്ഥ ആത്മീയതയും ഈ ആത്മീയതയെ വിറ്റ് പണമുണ്ടാക്കി സുഖലോലുപരായി ജീവിക്കുന്നവരെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈശ്വരൻ ഒരിക്കലും നമ്മൾ ബുദ്ധിമുട്ടി ജീവിക്കാൻ എന്ന് പറയുന്നില്ല. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈശ്വരനെ വിളിക്കുന്നതും ഈശ്വരന്മാർ ആഗ്രഹിക്കുന്നതും നമ്മുടെ നന്മ തന്നെയാണ്. മനുഷ്യൻ്റെ നന്മയാണ് ഈശ്വരന്മാർ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു വിഭാഗത്തിനെ, ഈശ്വരനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരെ ചൂഷണം ചെയ്ത് അവർ ആത്മീയ വ്യാപാരം നടത്തുന്ന കപടന്മാരെ നമ്മൾ തിരിച്ചറിയുക. അത്തരക്കാരെ നമ്മൾ ഒഴിവാക്കി നിർത്തുക. നമുക്ക് ഈശ്വരനെ വിളിക്കാൻ പ്രത്യേകിച്ചൊരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല. നമുക്ക് നേരിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കാം. നമുക്ക് നേരിട്ട് നമ്മുടെ സങ്കടങ്ങൾ ഭഗവാനോട് പറയാം. നമുക്കൊരു അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളതിന്
ഈ ചികിത്സ ക്ക് വിധേയമായിക്കൊണ്ട് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം, ഭഗവാനെ എനിക്ക് ഇങ്ങനെ പിന്നെ രോഗാവസ്ഥയുണ്ടായി, ഞാൻ ചികിത്സയുമായിട്ട് മുന്നോട്ട് പോകുന്നു, എന്നെ ഈ സങ്കടത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് നമുക്ക് നേരിട്ട് ഭഗവാനോട് പറയാം. അതേപോലെ തന്നെ നമ്മൾ ഒരു ജോലിക്ക് തയ്യാറെടുക്കുമ്പോൾ, അല്ലെ മത്സര പരീക്ഷ പാസ്സാക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമ്മൾ പിന്നെ പഠിച്ചിട്ട് ഭഗവാനോട് പറയുക, ഈശ്വര ഞാൻ പഠിച്ചു, പരീക്ഷ സമയത്ത് ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം എൻ്റെ മനസ്സിൽ തോന്നിക്കണേ എന്ന് നമ്മൾ നേരിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ച് നമുക്ക് പരീക്ഷയ്ക്ക് തയ്യാറാകാം. അല്ലാതെ ഇതൊന്നും ചെയ്യാതെ ഒരു ഈ രോഗശാന്തി ശുശ്രൂഷ നടത്തുന്ന ഏതെങ്കിലും ഒരുത്തൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുക, ഞാൻ പഠിച്ചു ഒന്നുമില്ല, ഞാൻ പരീക്ഷ എഴുതി, എന്നെ ജയിപ്പിച്ച് തരണേ എന്ന് പറഞ്ഞ് ഒരിക്കലും ഈശ്വരൻ ആ രീതിയിൽ അത്ഭുതമൊന്നും പ്രവർത്തിക്കത്തൊന്നുമില്ല. ഇത് പിന്നെ എനിക്ക് ഒരു ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ 10-15 വർഷം ഡൽഹിയിൽ ജോലി ചെയ്യുന്ന കാര്യം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. ഒരു പ്രാവശ്യം അന്ന് എനിക്ക് ഇതിലൊക്കെ ഈ ആത്മീയതയിൽ എനിക്ക് വളരെ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ തെറ്റായിട്ടുള്ള ഈ ആത്മീയ പ്രവർത്തകരെ എന്ന് ഞാനാണ് അവരുടെ ഈ കള്ളത്തരങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം അത് INA മാർക്കറ്റിനടുത്ത്, അതായത് ദില്ലിയിലെ INA മാർക്കറ്റിനടുത്ത് ഒരു കൃത്യമായ സ്ഥലം ഓർക്കാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പായതുകൊണ്ട് ഒരു രോഗശാന്തി ശുശ്രൂഷ നടന്നിരുന്നു. അത്ഭുത രോഗശാന്തി എന്ന് കേട്ട് ഞാൻ അവിടെ പോയപ്പം പല രീതിയിൽ ഓരോരുത്തർ മുടന്തി വന്ന് നടക്കാൻ പറ്റാത്ത രീതിയിൽ വന്നു സ്റ്റേജിൽ കയറി നിന്ന്. ഈ ഇത്തരം കപടന്മാർ ഈ പിന്നെ സാക്ഷ്യം പറച്ചിൽ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അവിടെ നിന്ന് സാക്ഷ്യം പറയുന്നു. മുടന്തി വന്ന ആൾ അവിടെ വന്നിട്ട് ഈ രോഗശാന്തി നടത്തുന്ന ആ വിദ്വാൻ പുള്ളിയുടെ അടുത്ത് വന്ന് ഏതാണ്ടൊക്കെ പറയുന്നു. നമുക്ക് മനസ്സിലാകത്തില്ല അവരെന്തുവാ പറയുന്നതെന്ന്. പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഏതാണ്ട് മേത്ത് പിടിച്ചാണ്ട് പിടിക്കുകയോ വലിക്കുകയോ ചെയ്തപ്പം പുള്ളി നേരെ അങ്ങായി. പിന്നെ നടക്കുന്ന നേരെ. അപ്പം ആ വിദ്വാനോട് ചോദിച്ചു, എന്താണ് സംഭവിച്ചതെന്ന് നീ ഇവിടെ ഇരിക്കുന്നവരോട് നീ സാക്ഷ്യം പറയുക, നിനക്കുണ്ടായ അനുഭവങ്ങൾ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അദ്ദേഹം പറയുകയാണ്, ഇത് ഞാൻ ജന്മനാ ഇതുപോലെ വൈകല്യമുള്ളവനായിരുന്നു, ഒരുപാട് ചികിത്സകൾ ചെയ്തിട്ടും എൻ്റെ വൈകല്യം മാറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച്, ഈ രോഗശാന്തി ശുശ്രൂഷയെക്കുറിച്ച് ഞാൻ കേൾക്കുന്നത്. ഞാനിവിടെ പങ്കെടുത്ത് ഇപ്പോൾ പെട്ടെന്ന് അത്ഭുതം എന്ന് പറയട്ടെ, എന്തോ ഒരു ദിവ്യപ്രകാശം എന്നിലേക്ക് വരുന്നു. ഞാൻ അങ്ങനെ എൻ്റെ ഈ വൈകല്യം മാറി എനിക്ക് ഇപ്പോൾ നേരെ നടക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതെന്തുവാടാ, ഇത് കൊള്ളാമല്ലോ, ഇത് നല്ല പരിപാടിയാണ്, ചികിത്സയും വേണ്ട, ഒന്നും വേണ്ട, ചുമ്മാ കുത്തിയത് പ്രാർത്ഥിച്ചാൽ മതി. അപ്പം അടുത്ത സാക്ഷ്യം പറച്ചിൽ ഒരാൾ പറഞ്ഞ്, പുള്ളി വിവാഹം കഴിച്ചിട്ട് 10-15 വർഷമായി, അദ്ദേഹത്തിന് കുട്ടികളൊന്നും ഇല്ല. അങ്ങനെ അവർ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരുപാട് ചികിത്സകൾ ചെയ്തു. വളരെ ഇന്ത്യയിലെ പ്രശസ്തമായിട്ടുള്ള പല ആശുപത്രികളിൽ ചികിത്സ നടത്തിയിട്ട് അതിനൊരു ഫലം ഉണ്ടായിട്ടില്ല. അത് അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ ഇതിനു മുമ്പ് 2 വർഷം മുമ്പ് ഇപ്പോൾ ഇത് നടത്തിയ വിദ്വാൻ്റെ ഒരു രോഗശാന്തി ഇതുപോലുള്ള പരിപാടിയിൽ പങ്കെടുത്ത് ആ വർഷം അത്ഭുതം എന്ന് പറയട്ടെ, ഒരു ഡോക്ടറും എല്ലാ ഡോക്ടർമാരും പറഞ്ഞ് കൈയൊഴിഞ്ഞാണ് നിങ്ങൾക്ക് കുട്ടികളുണ്ടാകത്തില്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഇതിനകത്തിൽ അവസാന ആശ്രയമെന്ന രീതിയിൽ ഇതിനകത്തിൽ പങ്കെടുത്തത്. അതായത് 2-3 വർഷത്തിന് മുമ്പുള്ള ഒരു ഇതുപോലുള്ള ഇതിൽ പങ്കെടുത്തത്. ആ പങ്കെടുത്തതിൻ്റെ 1 വർഷം ആകുന്നതിന് മുമ്പ് അത്ഭുതകരമായിട്ട് പുള്ളിക്ക് കുട്ടികളുണ്ടായത്രേ. അതും ഒന്നല്ല, ഇരട്ട കുട്ടികളാണ് ഉണ്ടായത്. അപ്പം ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് ഓരോരുത്തരെ കൊണ്ട് പറയിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരായിട്ടുള്ള ഈ ഈശ്വരവിശ്വാസികൾ എന്താണ് ചെയ്യുന്നത്? ഇത് സത്യമാണെന്ന് വിശ്വസിക്കും.
അതേ രീതിയിലാണ് ഇവർ ഇത് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഈ ഈ ഈ പരിപാടി കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്തിലെ കള്ളത്തരങ്ങളെ പൊളിച്ച് കാണിക്കുക എന്നുള്ള പിന്നെ ഒരു മനസ്സിലാക്കുക എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു ഞാൻ ഈ പലതിനും പോകുന്നത്. ഇത്തരം ഈ കപടന്മാരിലൊന്നും എനിക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടല്ല, ഇതറിയാൻ വേണ്ടി പോകാം. ഇതെല്ലാം കഴിഞ്ഞിറങ്ങി വന്നു കുറേ കഴിഞ്ഞ് ഞാൻ എന്തെടുത്തു, എൻ്റെ ഒരു സുഹൃത്ത് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഇത് ആ വടക്കേ ഇന്ത്യയിൽ കാരനായിട്ടുള്ള ഒരാളാണ് ഈ കുട്ടികളില്ലാത്ത കാര്യമൊക്കെ സാക്ഷിയൊക്കെ പറഞ്ഞത്. ഇപ്പം ഇതെല്ലാം കഴിഞ്ഞു. ഞാനന്ന് അദ്ദേഹത്തിനെ വിളിച്ച് സ്വകാര്യമായിട്ട് മാറ്റി നിർത്തി ഞാൻ ചോദിച്ചു, പരിചയപ്പെട്ടതിന് ശേഷം ചോദിച്ചു, താങ്കൾ ഈ പറഞ്ഞത് സത്യമാണോ? എനിക്ക് ഇത് യാഥാർത്ഥ്യം അറിയാൻ വേണ്ടിയാണ്, സത്യമായിട്ടുള്ള കാര്യമേ പറയാമെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞതിൽ സത്യമൊന്നുമില്ല. ഞാൻ വിവാഹിതനാണ്. എനിക്ക് 3 കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷേ ഈ സംഘടനയുടെ ഈ ചില പ്രവർത്തകർ എന്നെ വന്ന് കാണുകയും ഞാൻ ഇതേ രീതിയിൽ ആ സ്റ്റേജിൽ കയറി നിന്ന് സാക്ഷ്യം പറയണം, അത് എനിക്കുണ്ടായ അനുഭവം പറയണം, അതിന് എനിക്ക് പണവും തന്നു, പറയണമെന്ന് പറഞ്ഞ് ആവശ്യപ്രകാരം എനിക്ക് കുറച്ച് പണം കിട്ടി. എനിക്കതാണ്ട് നഷ്ടമുള്ള കാര്യമാണ്. ഞാൻ അങ്ങനെ കയറിയെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് പ്രാർത്ഥനയിൽ കൂടിയൊന്നുമല്ല എനിക്ക് കുട്ടികളുണ്ടായത്. എനിക്ക് അല്ലാതെ തന്നെ കുട്ടികളുണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ കുറച്ച് പണം കിട്ടിയപ്പോൾ അവർക്കും അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ വിചാരിച്ച് എനിക്കും കുറേ പണം കിട്ടി. എനിക്കും പ്രയോജനപ്പെട്ടു, അവർക്കും പ്രയോജനപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് ഞാനിത് പറഞ്ഞത്. അല്ലാതെ എൻ്റെ അനുഭവമല്ല പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം മനസ്സ് വിചാരിക്കുകയും ചെയ്തു, മനുഷ്യൻ്റെ ആത്മീയ ബോധത്തെ, മനുഷ്യൻ്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നിരവധി സംഘടനകളാണ് പ്രവർത്തിക്കുന്നത്. അത്തരക്കാരാണ് ഈ ആത്മീയ പ്രവർത്തകർക്കും യഥാർത്ഥ ആത്മീയ ആചാര്യന്മാർക്കും ഏറെ ദോഷകരമായി മാറുന്നത്, സമൂഹത്തിന് തന്നെ ദോഷകരമായി മാറുന്നത്. ആത്മീയ വിശ്വാസികളെ വിമർശിക്കാനും അവരെ കുറ്റപ്പെടുത്താനും അവരുടേത് കപടതയാണെന്ന് ലോകത്തിന് മുന്നിൽ പറയാനും ഈ ഭൗതികവാദികളെ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇത്തരം കപട ആത്മീയ പ്രവർത്തകരാണ്, അല്ലെങ്കിൽ ആത്മീയ വ്യാപാരികളാണ്. നമ്മൾ ഇത്തരക്കാരുടെ ചട്ടുകങ്ങളാകാതെ, ഇത്തരക്കാർക്ക് പണമുണ്ടാക്കാൻ ഉള്ള ഒരു ഉപകരണമായി മാറാതെ നമ്മൾ യഥാർത്ഥ ആത്മീയതയിൽ ജീവിക്കുക. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക. അതേത് മതമായാലും നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ, നമ്മൾ ആരെയാണോ ദൈവം എന്ന് കരുതുന്നത്, വിശ്വസിക്കുന്നത്, ആ ദൈവത്തിൽ നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. അല്ലാതെ നമ്മൾ ഇത്തരക്കാർക്കൊരു ഉപകരണമായി നിന്ന് കൊടുക്കാതെ നമ്മൾ നേരിട്ട് ഈശ്വരനോട്, അത് കൃഷ്ണനോടാണേലും അയ്യപ്പനോടാണേലും, എൻ്റെ കൃഷ്ണ, എൻ്റെ അയ്യപ്പ, എന്നെ രക്ഷിക്കണേ എന്ന് പറയാം. ക്രിസ്തുവിനെ ആരാധിക്കുന്നവരാണേൽ പറയാം, എൻ്റെ യേശുവേ, എൻ്റെ ക്രിസ്തുദേവ, എനിക്ക് നല്ലത് വരുത്തണേ, ഈ ലോകത്തിന് നല്ലത് വരുത്തണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർക്കാണെങ്കിൽ പറയാം, എൻ്റെ റബ്ബേ, ഈ ലോകത്തിന് നേർവഴിക്ക് നയിക്കണേ, ഒപ്പം എനിക്കും നല്ലത് വരുത്തണേ എന്ന് നമുക്ക് നേരിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ഇതിനെന്തിനാണ് ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യം? എനിക്കൊരു അസുഖം വന്നാൽ, എനിക്കൊരു മത്സര പരീക്ഷ എഴുതേണ്ട അവസരം വന്നാൽ ഞാൻ നേരിട്ട് ദൈവത്തിനോട് പറയുക, ദൈവമേ, അതിനു മുമ്പ് നമ്മൾ പഠിക്കുക, തയ്യാറെടുക്കുക, അസുഖം വന്നാൽ ചികിത്സിക്കുക, പരീക്ഷയ്ക്ക് പഠിക്കുക, എന്നിട്ട് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. അത് ക്രിസ്തു ആകട്ടെ, കൃഷ്ണനാകട്ടെ, അല്ലാഹു ആകട്ടെ, നമുക്ക് നേരിട്ട് പ്രാർത്ഥിക്കാം. എൻ്റെ കൃഷ്ണ, എൻ്റെ യേശുവേ, എൻ്റെ റബ്ബേ, എനിക്ക് ഇതുപോലൊരു അസുഖം വന്നു, ഞാനതിന് ചികിത്സ തേടുകയാണ്, എന്നെ രോഗത്തിൽ നിന്ന് മുക്തനാക്കണേ എന്ന് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. പരീക്ഷയ്ക്ക് തയ്യാറെടുത്തിട്ട്, എൻ്റെ കൃഷ്ണ, എൻ്റെ അയ്യപ്പ, എൻ്റെ യേശുവേ, എൻ്റെ റബ്ബേ, എനിക്കിന്ന് പരീക്ഷയാണ്, ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്,
എനിക്ക് ആ പരീക്ഷയ്ക്ക് പരീക്ഷ ചോദ്യക്കടലാസ് കിട്ടുമ്പോൾ ആ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം പെട്ടെന്ന് എനിക്ക് തോന്നിച്ച് കൃത്യസമയത്ത് പരീക്ഷ എഴുതി പൂർത്തിയാക്കാൻ എനിക്ക് വേണ്ട അനുഗ്രഹം തരണേ, അല്ലേ എന്നെ സഹായിക്കണേ എന്ന് നമുക്ക് ദൈവത്തിനോട് നമുക്ക് നേരിട്ട് പ്രാർത്ഥിക്കാം. അല്ലാതെ നമുക്ക് എന്തിനാ ഒരു ഇടനിലക്കാരൻ വന്ന് നിന്ന് പിന്നെ എൻ്റെ വിശ്വാസിയായി ഇന്ന ആളിനെ ഇന്ന രീതിയിൽ വലയുകയാണ്, ഇന്ന രോഗം കൊണ്ട് വലയുകയാണ്, നിൻ്റെ അത്ഭുത പ്രവൃത്തി ഈ ഈ മനുഷ്യൻ്റെ എന്നിൽ ചൊരിയണമേ, ചൊരിഞ്ഞ് അവനെ ആ മാരക രോഗത്തിൽ നിന്ന് മുക്തനാക്കണേ എന്ന് പറഞ്ഞ് ചികിത്സിക്കാതെ അത് രോഗം മാറ്റണമെന്ന് പറയുന്നത് എവിടുത്തെ ന്യായം? പരീക്ഷ എഴുതാതെ ശരിക്കും പഠിക്കാതെ പരീക്ഷ എഴുതിയ ഒരാളിനെ ഈ എൻ്റെ ഈ പിണിയാളായ എൻ്റെ ഈ അനുയായിയായ ഈ ഇന്ന ആൾ പരീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ അവൻ പഠിച്ചൊന്നുമില്ല, അവൻ ചുമ്മാതെ പോയി പരീക്ഷ എഴുതി, മറ്റുള്ളവരെല്ലാം നല്ല രീതിയിൽ നന്നായി പഠിച്ച് തയ്യാറെടുത്ത് പരീക്ഷ എഴുതിയെങ്കിലും ഇവൻ ഒന്നും പഠിക്കാതെ പരീക്ഷ എഴുതി. പക്ഷേ എന്നിട്ട് നിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുക, നിൻ്റെ അത്ഭുത സിദ്ധി കൊണ്ട് ഈ പഠിക്കാത്തവനെ പരീക്ഷയിൽ ജയിപ്പിച്ച് പഠിച്ചവനെക്കാട്ടി കൂടുതൽ മാർക്ക് കൊടുത്ത് അവനെ ജയിപ്പിച്ച് അവന് ജോലി കൊടുക്കണേ എന്ന് പറയുന്നത് എന്ത് ന്യായം? അതെന്ത് ആത്മീയത? അതെന്ത് ദൈവം? പരീക്ഷ എഴുതി ദൈവത്തിനെ വിളിച്ച്, ദൈവവിശ്വാസികളുമായിരിക്കും കൂടുതലും, ദൈവത്തിനെ വിളിച്ചുകൊണ്ട് ഞാൻ നന്നായിട്ട് പഠിച്ചു, എന്നെയും ഈ പരീക്ഷയിൽ നന്നായി ജയിപ്പിക്കണേ എന്ന് പറഞ്ഞ് പരീക്ഷ എഴുതിയതിൻ്റെ മുകളിൽ ഒന്നും പഠിക്കാതെ ചുമ്മാതെ പോയിരുന്നു പരീക്ഷ എഴുതിയവനെ ജയിപ്പിക്കണേ എന്ന് ഒരു ആത്മീയ വ്യാപാരി പറയുന്നതനുസരിച്ച് ദൈവം നന്നായി പഠിച്ചവൻ്റെ മുകളിൽ അവനെ പിന്നിലാക്കിക്കൊണ്ട് ഒന്നും പഠിക്കാതെ ചുമ്മാതെ പ്രാർത്ഥിച്ച് പരീക്ഷ പാസ്സായി എന്ന് പറയുന്നത് എന്താ ആത്മീയ പ്രവർത്തനം? അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇത്തരക്കാരെല്ലാം കപടന്മാരാണ്. നമ്മളെ ശിക്ഷിക്കാനല്ല രക്ഷിക്കാനാണ് ദൈവം പ്രവർത്തിക്കുന്നത്. നന്നായി പഠിച്ച് കർമ്മം ചെയ്യൂ, അതിൻ്റെ ഫലം നിനക്ക് ലഭിക്കുമെന്നാണ് ദൈവം പറയുന്നത്. നമ്മൾ ചെയ്ത കർമ്മങ്ങളാണ് പരീക്ഷയ്ക്ക് പഠിക്കുക, രോഗത്തിന് ചികിത്സിക്കുക, ഇതേപോലുള്ള കാര്യങ്ങൾ. ഇതൊന്നും ചെയ്യാതെ ഇതൊക്കെ ചെയ്ത് ഇതിന് ദൈവത്തിനെ വിളിച്ച് എൻ്റെ അസുഖത്തിന് മാരകമായ എൻ്റെ അസുഖത്തിന് ഞാൻ ചികിത്സ നടത്തി, ഭഗവാനെ അവിടുന്ന് അതിനുള്ള ഫലം തരണേ, ഞാൻ ഈ പരീക്ഷയ്ക്ക് ഞാനത് നന്നായി ഇരുന്ന് കഷ്ടപ്പെട്ട് പ്രയത്നിച്ച് പഠിച്ചു, ആ പരീക്ഷ എന്നെ ജയിപ്പിക്കണേ, ജയിച്ച് എനിക്ക് ജോലി ലഭിക്കണേ എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തിനെ വിളിച്ച് നമ്മുടെ കർമ്മം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരാൾ മുകളിൽ അവനെ പിന്നിലാക്കിക്കൊണ്ട് ഒന്നും പഠിക്കാതെ ചുമ്മാ പ്രാർത്ഥിച്ച് പരീക്ഷ പാസ്സായി എന്ന് പറയുന്നത് എന്താ ആത്മീയ പ്രവർത്തനം? അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇത്തരക്കാരെല്ലാം കപടന്മാരാണ്. ദൈവം ഒരിക്കലും, ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവം ഒരിക്കലും നമ്മളെ ശിക്ഷിക്കാനല്ല രക്ഷിക്കാൻ. ആത്മീയ ബോധം കൊണ്ട് ആരും നശിച്ചു പോകുന്നില്ല. അവന് എന്നും നന്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് മാത്രം നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ലൊരു ദിനം, ശുഭദിനം നേരുന്നു.